അമ്മ മക്കളെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നെന്ന് സുജാന്റി പറഞ്ഞു. ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ ഈ രാത്രി തന്നെ നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്റെ അമ്മയെ കാണാതെ ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ മോൾ എന്തൊക്കെ അനുഭവിച്ചു ഒക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല മോളെ. ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ അമ്മ? ഇതൊക്കെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് കരുതിയാൽ മതി. എന്നാലും എന്റെ മോളുടെ അനുഭവങ്ങള് വല്ലാത്തത് തന്നെ. ഞാനിപ്പോഴും ആ ടെൻഷനിൽ നിന്ന് മോചനം നേടിയിട്ടില്ല മക്കളെ. എന്റെ മനസ്സിലെപ്പോഴും പിടഞ്ഞു വീഴുന്ന ജഗന്നാഥേട്ടന്റെ മുഖം. എന്നാലും സത്യത്തില് ആ ദുഷ്ടതരം ചെയ്തത് ആരായിരിക്കും? പ്രതികളെയൊക്കെ പോലീസ് കണ്ടെത്തും. ഋതുവിന് വെച്ച കെണി. ഋതു അതിൽ നിന്ന് ഊരിപ്പോന്നതുകൊണ്ട് മറ്റൊരു പ്രതിയെ അവർക്ക് കണ്ടെത്തിയല്ലേ പറ്റൂ. അപ്പോ യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടെത്തില്ല. പ്രതികള് പോലീസുകാരെ തളച്ചിടാൻ കേൾപ്പുള്ളവരായിരിക്കും. പക്ഷെ അവര് തൊട്ടത് ഈ രാജുവിന്റെ പെണ്ണിനെയാ. അഹങ്കാരത്തോടെ അല്ല, അഭിമാനത്തോടെ ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരുന്നു. 2 ദിവസം താമസിച്ചാലും ആ മുഖങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഒരു കോടതിയിലും കയറ്റാതെ ഞാൻ ശിക്ഷിച്ചിരിക്കും. അതൊക്കെ എങ്ങനെയാ? അലക്കൊഴിഞ്ഞിട്ട് നേരോട്ടൊന്ന് ചോദിക്കണ പോലെയല്ലേ? നിനക്ക് അവരുടെ സമയം. നമുക്ക് പ്രശ്നങ്ങൾ ഒഴിച്ചിട്ട് സമയമുണ്ടോ? അല്ല, നിങ്ങൾ ഇന്നലെ രാത്രി പെട്ടെന്ന് അവിടെ പോയതാ? അത് അമ്മയെ കാണാൻ വേണ്ടി പോയതാ. ഓ, അമ്മയെ പെട്ടെന്ന് കാണണമെന്ന് ഋതുവിന് ആഗ്രഹം പറഞ്ഞു. അതാ ഞങ്ങൾ പോയേ. ആ പാവത്തിനെ കരയിപ്പിക്കരുന്ന എന്റെ ആഗ്രഹം. പക്ഷേ വർമ്മ സാറിന് നിന്നോടുള്ള വഴക്ക് കൂടും. ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ കരയിപ്പിക്കാൻ പറ്റുമോ? സംഗതി നേരാടാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അച്ഛൻ തൂമ്പയുണ്ടെന്ന് ഞാൻ ചെയ്യാം. അതൊന്നും വേണ്ട, നീ ഇതൊന്നും ചെയ്യണ്ട. നിനക്ക് അത്ര ശീലമില്ല. ശീലമില്ലാത്തവര് തൂമ്പെടുത്ത് കളച്ചാ നടുവിന് നീർക്കെട്ട് വീഴും. അല്ലടാ, നിനക്കിന്ന് വർമ്മ സാറിന്റെ അടുത്ത് പോണ്ടേ? ആ, പോണം. സമയമായിട്ടില്ലല്ലോ. ഞാൻ നിന്നോടൊരു കാര്യം പറയാതിരിക്കായിരുന്നു. എന്താച്ചാ? നമ്മുടെ പല പ്രശ്നങ്ങൾക്കിടയിൽ ശ്രീലക്ഷ്മിയുടെ കാര്യം നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അവൾക്കിപ്പോ മാസം 4. ഞാനും ഓർക്കാഞ്ഞിട്ടല്ലച്ചാ. നമുക്കിവിടെ 100,000 പ്രശ്നങ്ങളല്ലേ. ഒരു കാര്യം ചെയ്, അച്ഛനും അമ്മയും കൂടി പോ. വേണമെങ്കിൽ പ്രിയ ചേച്ചിയും കൂടി കൂട്ടിക്കോ. എനിക്ക് അവളെ കാണണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഋതുവും കൂടി ചെന്ന ഹരീഷ് പിശാച് കുരിശ് കണ്ടതുപോലെയാവും. പിന്നെ വഴക്കാവും. ജയവും തോൽവിയൊക്കെ ആപേക്ഷികമല്ലേ അനന്ത? പണ്ട് ഞാനിവിടെ വന്നപ്പോ അനന്തിന് വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അനന്തന്റെ കുടുംബവും അനന്തനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സന്തോഷകരമായ ജീവിതം അനന്തൻ അന്നേ ആസ്വദിച്ചിരുന്നെങ്കിൽ അന്നേ ജീവിത വിജയം നേടിയ ആളായി താൻ മാറുമായിരുന്നു. ഞാൻ നാട് വിട്ടുപോയത് തെറ്റാണെന്നാണോ വർമ്മ പറയുന്നത്? കടല് പോലെ സമ്പാദിച്ചു കൂട്ടി, മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഇതൊക്കെ എന്റെ പരാജയമാണോ? ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിജയം. സത്യം പറയാലോ, ഈ വിജയത്തിന് കാരണക്കാരൻ മിസ്റ്റർ വർമ്മ തന്നെയാണ്.
പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് തന്റെ തോൽവി കാണണം. എന്റെ മനസ്സിന് സന്തോഷം വേണമെങ്കിൽ എനിക്കത് വേണം. തന്റെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തനിക്ക് എന്റെ മന്ത്രി കസേരയാണോ വേണ്ടത്? പറഞ്ഞോ, ഞാൻ ഒഴിഞ്ഞുതരാം. പക്ഷേ താൻ എനിക്കൊരു ഉറപ്പ് തരണം. ആ സ്ഥാനം കാശുണ്ടാക്കാൻ വേണ്ടി ദുർവിനിയോഗം ചെയ്യില്ല എന്ന്. ആദർശ പ്രസംഗങ്ങളൊന്നും നടത്തല്ലേ എന്റെ വർമ്മേ. പേടിച്ച് തോറ്റ് തരാനാണ് താൻ വന്നതെങ്കിൽ അതങ്ങ് തുറന്ന് പറയ്. എന്റെയോ എന്റെ മകളുടെയോ ജീവിതത്തിലേക്ക് അനന്തം പിള്ള കടന്നു വരാതിരിക്കാൻ ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ്. എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉണ്ടായിട്ടുള്ളൂ, അത് താനാണ്. രമ്യതയിൽ പോകണമെന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഏതായാലും വർമ്മയും ശേഖരനും വന്നതല്ലേ, ചായ കുടി. ചായ തൽക്കാലം വേണ്ട. ഈ സന്ധിക്കും അതുവഴി ഒരു സമാധാനത്തിനും അനന്തൻ തയ്യാറാണെങ്കിൽ ഞാനൊരു ഉറപ്പ് തരാം.